ഇവിടെ ബഹുമാനപ്പെട്ട KP റോസമ്മ ആദ്യം പറഞ്ഞത് പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ആത്മാവെല്ലാം ഇത് കണ്ടിട്ട് വിഷമിക്കുന്നുണ്ടാകും. ഏതായാലും വർഗ സമരത്തെയും അതുപോലെ തന്നെ തൊഴിലാളി സമരത്തെയും എല്ലാം ഒറ്റുകൊടുക്കുന്ന വിഭാഗത്തെ വളരെ ജാഗ്രതയോടെ നോക്കി കാണണമെന്നും അവർ ഉയർത്തിപ്പിടിക്കുന്ന തെറ്റായ രാഷ്ട്രീയത്തെ പൊതുസമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കണമെന്നും ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 98% പേർ ഒരു സ്ഥലത്തും 1.7% ആളുകൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന സമരത്തെ ഞങ്ങൾ കൃത്യമായി തന്നെ പൊളിച്ചെടുക്കും. അതിൽ യാതൊരു സംശയമില്ല. പിന്നെ കുറച്ച് നാളായി 37 ദിവസമായിട്ട് അങ്ങ് പറയുന്നു 233 രൂപ ദിവസം 233 രൂപ. താങ്കൾ മേടിച്ച ശമ്പളം താങ്കൾ അംഗീകരിച്ചു 11,735 രൂപ എന്ന്. കഴിഞ്ഞ മാസം 11,735 രൂപ മേടിച്ച താങ്കൾ അതിനെ 30 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് 391.17 അതായത് മാസം ഒരു ദിവസം 391 രൂപ വാങ്ങിയ താങ്കൾ പിന്നെ എങ്ങനെയാണ് 233 രൂപ എന്ന് കഴിഞ്ഞ 37 ദിവസമായി ഒരേ രൂപത്തിൽ ഇങ്ങനെ താങ്കളുടെ ഒപ്പം ശമ്പളം മേടിച്ച വിനീത കുമാരിയും ശ്രീമതി ബീനയും ഇത് ശരിയല്ല. നിങ്ങൾ ആങ്കറല്ല. ഒരു മിനിറ്റ് പറഞ്ഞില്ലല്ലോ. അര മിനിറ്റ് അല്ല. വ്യക്തത വരുത്താൻ എനിക്കറിയാം. എന്നെ വ്യക്തത വരുത്താൻ താങ്കൾ വരണ്ട. അതിനായിട്ടില്ല. ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നത് എന്റെ പാർട്ടിയുടെ നിലപാട് ഉയർത്തിപ്പിടിക്കാനാ. ഷിബു മൂരാൻ പറഞ്ഞു 10 മിനിറ്റ്, ഒരക്ഷരം ഞാൻ മിണ്ടിയില്ല. ശ്രീമതി റോസമ്മ പറഞ്ഞു 8 മിനിറ്റ്, ഒരക്ഷരം ഞാൻ മിണ്ടിയില്ല. 18 മിനിറ്റ് കേട്ടിരുന്നു. ഞാൻ പറഞ്ഞ അര മിനിറ്റ് ആയപ്പോഴേക്കും താങ്കൾക്ക് എന്നെ വ്യക്തത വരുത്തണം. താങ്കൾ ആദ്യം കൂടെ ഇരിക്കണവരെ വ്യക്തത വരുത്ത്, എന്നിട്ട് CPM-ന്റെ പ്രതിനിധിയെ വ്യക്തത വരുത്താൻ പറ്റുന്നത് മര്യാദയ്ക്ക് കേട്ടാൽ മതി. ഞാൻ പറഞ്ഞപ്പോ എന്താ താങ്കൾക്ക് എത്ര ബുദ്ധിമുട്ട്? 233 രൂപ എന്ന 37 ദിവസമായി പുലമ്പുന്ന ആള് ഇപ്പൊ സ്വയം മേടിച്ചിരിക്കുക 391 രൂപ ദിവസം. അതുപോലെ തന്നെ വിനീത കുമാരി, ബീന കൂടെ 2 പേർ അവർ മേടിച്ചത് 13,040 രൂപ വെച്ച്. അതായത് ഒരു ദിവസം 434.67. സത്യം സാമർത്ഥ്യത്തെക്കാൾ സുന്ദരമാണ് സ്മൃതി. ഇത്ര നുണ പറഞ്ഞ അവരുടെ വായിൽ നിന്ന് തന്നെ വന്നില്ലേ ഞങ്ങൾ ഇത് വാങ്ങിച്ചു എന്ന്. അങ്ങനെ 434 രൂപ ദിവസം മേടിക്കുന്ന ആൾ വന്ന് പറയാ 233 രൂപയ്ക്ക് ഇവിടെ സമരം നടത്തുന്നു. എന്താ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ്? കക്കൂസ് മാലിന്യം ചോക്കുന്നവരാണ് ഇവിടുത്തെ ആശാ വർക്കേഴ്സ്. അതുപോലെ വീട്ടുജോലി ചെയ്യുന്നവരാണ്, ഓരോ വീടുകളിലും പോയി വീട്ടുജോലി ചെയ്യുന്നവരാണ് ആശാ വർക്കേഴ്സ്. നിങ്ങൾ ചോദിച്ചോ ഏതെങ്കിലും ആശാ വർക്കേഴ്സിന് അത്തരം ചുമതല ഈ സ്കീമിന്റെ ഭാഗമായി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചോ? ഒരാളും ചോദിച്ചില്ലല്ലോ. എന്താ ഇതിങ്ങനെ ആ സമരത്തെ അങ്ങ് പൊലിപ്പിക്കാൻ വേണ്ടി നുണ തന്നെ പറയുന്നു. ആശാ വർക്കേഴ്സിന് സ്കീം പ്രകാരം ഇവിടെ ജോലി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര തീരുമാനിച്ച് എന്തൊക്കെ ചെയ്യണമെന്ന്. ആ കേന്ദ്ര സ്കീം അങ്ങ് ഉപേക്ഷിച്ചോ? അത് ഏറ്റെടുത്ത് അന്തസ്സോടെ നടത്താൻ കേരള ഗവൺമെന്റ് തയ്യാറാണ്. അവരെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കാൻ കേരള ഗവൺമെന്റ് തയ്യാറാണ്. മാന്യമായ ശമ്പളവും ആനുകൂല്യം കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാവും. കാരണം സ്കീം കേന്ദ്രത്തിന്റെ ആയാലല്ല, കേരളത്തിന്റെ ആയാൽ ഇവിടെ എല്ലാം സ്കീം കേന്ദ്രം, സംസ്ഥാനം അങ്ങ് കൊടുത്തോണ്ടിരിക്കണം. വിദ്യാഭ്യാസം, ആരോഗ്യം, മറ്റെല്ലാ മേഖലയിലും സംസ്ഥാനം അങ്ങ് കൊടുത്തോണ്ടിരിക്കണം. ഇതാണ് കേന്ദ്ര പോളിസി. താങ്കൾ ഇടയ്ക്കൊന്ന് ചോദിച്ചല്ലോ എന്താ കേന്ദ്രത്തിനെതിരെ നിങ്ങൾ പറയാത്തതെന്ന്. അപ്പൊ എന്താ ഈ മാഡം പറഞ്ഞേ? കേന്ദ്രത്തിനെതിരെയില്ല, ഞങ്ങൾക്കെല്ലാം സംസ്ഥാനത്തിനെതിരെയാണ്. ശ്രീ ഷിബു മീരാനോട് താങ്കൾ ചോദിച്ചില്ലേ എന്തിയെ കേന്ദ്രത്തിനെതിരെ ഒരു വാക്ക് നിങ്ങൾ പറയാത്തെന്ന്? അപ്പൊ അദ്ദേഹം പറഞ്ഞു അവിടെ പ്ലക്കാർഡ് പിടിച്ചു. മിസ്റ്റർ ഷിബു മീരാൻ, ഒരക്ഷരം കേന്ദ്രത്തിനെതിരെ നിങ്ങൾ ഇതുവരെ ഉരിയാടിയിട്ടില്ല. എന്തിന് കോൺഗ്രസിന്റെ തൊഴിലാളി വിഭാഗം INTUC സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്താ? INTUCയുടെ നേതാവ് എന്താ പറഞ്ഞേ? ഇത് തൊഴിലാളി വർഗത്തെ ഉറ്റിക്കൊടുക്കുന്ന സമരമാണെന്ന് INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുമ്പോ ഇത്തരത്തിലൂടെ രമേശ് ചെന്നിത്തലയും അപ്പുറത്തൂടെ VD സതീശന് ചെല്ലുകയാണ് പിന്തുണ കൊടുക്കാൻ. ഇന്ന് വൈകുന്നേരം ചെന്നല്ലോ പിന്തുണ കൊടുക്കാൻ. ഈ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ഒരു തൊഴിലാളിയെ കൂടെ നിർത്താൻ, വലത്തു കൈ പിടിക്കാൻ, ഇടതു കൈ പിടിക്കാൻ കൂടെ നിർത്താൻ ശേഷിയില്ലാത്തവരായി പ്രതിപക്ഷ നേതാവ് മാറിയില്ലേ? ലീഗിന്റെ നേതാക്കന്മാർ മാറിയില്ലേ? ഒരാളെ കൂടെ കൊണ്ടുപോകാൻ, ഒരു ആശാ വർക്കേഴ്സ് നിങ്ങളുടെ കൂടെ അണിനിരക്കാൻ വന്നില്ലല്ലോ. എന്താ ഒരു സത്യം കേട്ടോ? ഇവിടെ 450 പേർ പങ്കെടുക്കുന്ന സമരത്തിൽ പകുതി പേരെ കൊണ്ടുപോയി BMS എന്ന പാർട്ടി ഉണ്ടാക്കി. SCCയുടെ സമരം തുടങ്ങി 1 മാസം കഴിഞ്ഞപ്പോ ആ BMSന്റെ ലെറ്റർ പാഡിൽ ആരോഗ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു. ഞങ്ങൾ ഒരു സംഘടന ഉണ്ടാക്കി. അതിനു വേണ്ടിയിട്ട് 3 തവണ കേന്ദ്രമന്ത്രി പോയത് കേന്ദ്രത്തിൽ നിന്ന് ആനുകൂല്യം മേടിക്കാനല്ല, മറിച്ച് ആ SUCയെ പിളർത്തി BMS എന്ന സംഘടന ആശാ വർക്കേഴ്സിന്റെ കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ. ഞാൻ അയച്ചു തരാം അവർ കൊടുത്ത ലെറ്റർ പാഡ്, അവരുണ്ടാക്കിയ സംഘടന. അങ്ങനെ രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ള സമരം. അങ്ങനോട് ചോദിച്ചല്ലോ നന്ദ അവിടെ മറുപടി പറഞ്ഞത് ഈ 450 പേരുടെ സമരം കണ്ടിട്ടല്ലേന്ന്. അല്ല, ഈ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും 7 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഉജ്ജ്വലമായ ആശാ വർക്കേഴ്സിന്റെ വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവർ ഒറ്റക്കെട്ടായി നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടാണ്. പല സംസ്ഥാനങ്ങളിലും സമരമുണ്ട്. 1 രൂപ കേന്ദ്രം കൂട്ടിയാൽ അത് ഈ രാജ്യത്തെ 26 ലക്ഷത്തോളം വരുന്ന മുഴുവൻ ആശാ വർക്കേഴ്സിന് കിട്ടും.